ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ഏക സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയിൽ പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കാൻ താനില്ലെന്ന് വരുൺ ഗാന്ധി ബിജെപി നേതൃത്വത്തെ അറിയിച്ചു. പിതൃ സഹോദരപുത്രിക്കെതിരെ മത്സരിക്കുന്നതിനാണ് ബിജെപി വരുണിനെ നിർബന്ധിച്ചത്. ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായ റായ്ബറേലി പിടിക്കാൻ പിതൃ സഹോദരപുത്രിക്കെതിരെ മത്സരിക്കുന്നതിനാണ് ബിജെപി വരുണിന് സീറ്റ് ഓഫർ ചെയ്തത്. പിലിഭിത്തിലെ സിറ്റിംഗ് എംപിയായ വരുൺ ഗാന്ധിക്ക് ഇത്തവണ അവിടെ സീറ്റ് നിഷേധിച്ചിരുന്നു. ഇതിൽ വരുണിന് കടുത്ത അമർഷം ഉണ്ടായിരുന്നു. ഗാന്ധി കുടുംബത്തിലെ ഇളം തലമുറയെ രാഷ്ട്രീയ ഭിന്നതയിൽ തെറ്റിച്ച് നേട്ടമുണ്ടാക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു വരുണിനെ റായ്ബറേലിയിൽ കളത്തിലിറക്കാൻ ബിജെപി ആലോചിച്ചത്. എന്നാൽ വരുൺ ഗാന്ധി ഇത് നിഷേധിച്ചതോടെ ബിജെപിക്ക് തിരിച്ചടിയായി. ബിജെപി നേതൃത്വം റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള നിർദ്ദേശവുമായി മുന്നോട്ട് വന്നപ്പോൾ ഒരാഴ്ചത്തെ സമയമാണ് വരുൺ ചോദിച്ചത്. നീണ്ട ആലോചനകൾക്ക് ശേഷമാണ് തീരുമാനം നേതൃത്വത്തെ അറിയിച്ചത്. സുൽത്താൻപൂരിലെ ബിജെപി സ്ഥാനാർത്ഥിയും വരുണിന്റെ മാതാവുമായ മനേക ഗാന്ധി 1984 അമേത്തിയിൽ രാജീവ് ഗാന്ധിക്കെതിരെ മത്സരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കാൻ വരുണിനോട് ബിജെപി ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് വിട്ടെത്തിയ ജിതിൻ പ്രസാദയെയാണ് വരുൺ എംപിയായ പിലിഭിത്തിയിൽ ഇത്തവണ ബിജെപി സ്ഥാനാർത്ഥി. റായ്ബറേലിയിലെ സിറ്റിംഗ് എംപിയായ സോണിയാഗാന്ധി രാജ്യസഭാംഗമായതോടെയാണ് പ്രിയങ്ക ഇവിടെ മത്സരിക്കുമെന്ന സൂചന വന്നത്. റായ്ബറേലിയിലും അമേത്തിയിലും കോൺഗ്രസ് അടുത്ത ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും. റായ്ബറേലിയിൽ പ്രിയങ്കയും അമേത്തിയിൽ രാഹുലും മത്സരിക്കാനാണ് സാധ്യത. വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാതിരിക്കാൻ ഇത് കഴിഞ്ഞ ശേഷം രാഹുലിന്റെ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ തവണ അമേത്തിയിൽ രാഹുലിനെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി തന്നെയാണ് ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണത്തെ ബിജെപിയുടെ അപ്രതീക്ഷിത തന്ത്രങ്ങളെ അതിജീവിച്ച് അമേഠിയിൽ ഇക്കുറി രാഹുൽ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ.